ഹലോ. ഇവിടെ ഒരാൾ മീനും പിടിച്ച് കൊണ്ട് വരുന്ന വഴിയാട്ടോ. ആദ്യം ഇതുവരെ ഉറങ്ങിയിട്ടേ ഇല്ല. മാമൻ വന്ന് മീൻ കണ്ടിട്ട് ഉറങ്ങത്തോളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ മാമൻ്റെ മീൻ കത്ത് നിന്ന് മാമൻ വന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് മീനൊക്കെ കിട്ടി. ഈ പള്ളത്തിയുടെ വേറെന്തോ ഒരു സാധനം, എന്താ പേരെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഞണ്ടും കിട്ടി. ആ ഞണ്ട് അപ്പോഴേ ശ്രീക്കുട്ടി വേവിച്ച് വെച്ചു, ഇല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് വെള്ളമായിപ്പോവും കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ഉറങ്ങാൻ കിടന്നു. അപ്പോഴത്തേക്ക് രാവിലെ ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു വാട്ടർ മീഡിയൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചാണ് എണീറ്റത്. പക്ഷേ രാവിലെ ഒന്നും നടന്നില്ല. രാവിലെ ഇവിടെ ബഹളവും അവസാനം ഞാൻ ആദ്യക്ക് കുറച്ച് അടിയൊക്കെ കൊടുത്തു. ഈ അടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാർക്ക് ഭയങ്കര സങ്കടമല്ലേ. എനിക്ക് നല്ല വിഷമമായിരുന്നു. എന്തായാലും ആശാൻ അപ്പോഴത്തേക്ക് അവൻ്റെ കീബോർഡ് വന്നിട്ടോ. അവൻ കീബോർഡ് പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ സൺഡേ ക്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കീബോർഡൊക്കെ വന്നിട്ട് അതും അങ്ങ് തുറന്ന് നോക്കിയിട്ട് നേരെ ക്ലാസ്സിന് പോയി. അപ്പോഴത്തേക്ക് ടൈം ആയായിരുന്നു കേട്ടോ. അങ്ങനെ അത് മാത്രമല്ല, നമ്മുടെ കണ്ണമ്മയുടെ കുറച്ച് ക്ലിപ്സും കൂടെ വന്നിട്ടുണ്ട്. കണ്ണമ്മയ്ക്കാണ് ഓർഡർ ചെയ്തതെങ്കിലും സന്തോഷം എനിക്കാണ് കേട്ടോ. ഓരോ സാധനം വരുമ്പോഴും ഞാൻ ഓടിച്ചെന്നെല്ലാം പൊട്ടിച്ച് നോക്കുന്നത്. പണ്ടേ അങ്ങനെയാണ്. ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ അമ്മയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, അമ്മ അമ്പലത്തിൽ പോയേക്കുമായിരുന്നു. നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുക. അപ്പോൾ അമ്മ എനിക്ക് ചോറ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അതും വെയിറ്റ് ചെയ്തിരിക്കുക. അമ്പലത്തിലെ ചോറ് കണ്ടാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ ചോറിന് വെയിറ്റ് ചെയ്ത് അവസാനം കിട്ടി. അങ്ങനെ ആക്രാന്തം മുതൽ ഫുള്ളും കഴിച്ചിരുന്നു. എൻ്റെ പാത്രം കണ്ടാന്ന് മനസ്സിലാവും. പിന്നെ കുറച്ച് പായസം ഉണ്ടായിരുന്നു, അതും കോരി കുടിച്ചപ്പോഴത്തേക്ക് ഞാൻ കൃതാർത്ഥിയായി. അങ്ങനെ വയറെല്ലാം നിറഞ്ഞു. ഈ ഡയറ്റൊക്കെ ആണല്ലോ പിന്നെ ഒന്നും നടക്കത്തില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ മുകളിൽ ചെന്ന് കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് കുട്ടു സെറ്റൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയവർ വന്നു. പിന്നെ ആദ്യം ഇവിടുന്ന് കീബോർഡ് വായിക്കാം. ഞാൻ പറഞ്ഞു ഇനിയൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പിന്നൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. നമ്മുടെ ശ്രീകുട്ടിയൊക്കെ ഡാൻസ് കളിച്ചായിരുന്നു കേട്ടോ, തിരുവാതിര. അങ്ങനെ അവർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. പത്രത്തിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകുട്ടിയും ഫേമസ് ആയി. അപ്പോൾ ഓക്കെ, ബൈ.